സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന ടേംസ് ആണ് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്നൊക്കെ. അപ്പോൾ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആ കമ്പനിയെക്കുറിച്ചുള്ള ഒരു അനാലിസിസ്, ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തിയിരിക്കണം. ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ കമ്പനി എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത്, ആ ബിസിനസ്സിൽ മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള ഡിമാൻഡ് എന്താണ്, ആ കമ്പനിയുടെ പ്രോഫിറ്റ്, ബാലൻസ് ഷീറ്റ്, എന്തെങ്കിലും കടമുണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ കാലത്ത് അനലൈസ് ചെയ്യാൻ പറ്റും. അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ കമ്പനി ഗ്രോ ചെയ്യുന്ന കമ്പനിയാണോ, അല്ലെങ്കിൽ അതിന് എത്രത്തോളം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇത്തരം കമ്പനികളുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ ഷെയറിൻ്റെ പ്രൈസ് നോക്കിയാൽ അത് ഉയർന്നു തന്നെ ഇരിക്കും. സാധാരണ നമ്മൾ ഒരു കമ്പനിയുടെ പ്രൈസ് താഴ്ന്നു പോകുമ്പോൾ വാങ്ങിയിട്ട് അത് ഉയർന്നു പോകുമ്പോൾ വിൽക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇത്തരത്തെ ഗ്രോ ചെയ്യുന്ന സ്റ്റോക്കുകളിൽ അതിൻ്റെ ഷെയറിൻ്റെ പ്രൈസ് താഴ്ന്നു പോകാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ പ്രൈസ് കുറയുന്ന നോക്കിയിരുന്നാൽ നമുക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നഷ്ടമാവും. അപ്പോൾ അങ്ങനെ അത് നോക്കി നിൽക്കാതെ ആ ഉയർന്ന പ്രൈസിൽ തന്നെ അത് വാങ്ങി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരു രീതിയാണ് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻഫോസിസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ നോക്കിയാൽ 1993-2000 ആ സമയങ്ങളാണ് ഇൻഫോസിസിൻ്റെ ഷെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് IT വളരെ ബൂമായിരുന്നു. അതുപോലെ IT സർവീസ് ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻഫോസിസ് എന്ന് പറഞ്ഞ കമ്പനിക്ക് നല്ല ബ്രാൻഡ് നെയിമുണ്ട്, അതുപോലെ നല്ല പ്രോഫിറ്റ് ആയിട്ട് ഓടുന്ന ഒരു കമ്പനിയായിരുന്നു. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ ഇൻഫോസിസിൻ്റെ ഷെയർ നമ്മൾ അനലൈസ് ചെയ്ത്, അല്ലെങ്കിൽ ഇൻഫോസിസ് എന്ന് പറഞ്ഞ കമ്പനി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒരു ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് ഈ ഇൻഫോസിസിൻ്റെ ഷെയറുകൾ വാങ്ങി വിൽക്കുവാൻ കഴിയുമായിരുന്നു. അപ്പോൾ അങ്ങനെ അത്തരം ചെയ്ത ആൾക്കാർക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈവൻ ദോ കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ കൂടിയിരുന്നാലും അതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തി ആ കമ്പനിക്ക് ഇനിയും ഗ്രോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരു മെത്തേഡാണ് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ്. ഇപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമെന്ന് മനസ്സിലാകുന്നു. താങ്ക് യു.